ഞാൻ കൂട്ടാനാ വന്നേ. തത്തമ്മയാ? അയ്യോ ഗൈസ് ഓടുന്നവര്. ഹാപ്പി ഓണം പറഞ്ഞോ അച്ചച്ച? അച്ചച്ച ഹാപ്പി ഓണം പറ. ഹായ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഉത്രാടം രാത്രിയാണ് കേട്ടാ. അപ്പൊ അത് മാറ്റണം കേട്ടാ. രാവിലെ ഇട്ട പൂവുണ്ട്. ഒരാള് എത്തി നോക്കുന്നുണ്ട്. ധ്രുവിക്കും കൂടെ നോക്കിയേ. നാളത്തെ രാവിലെ കൊണ്ട് പൂവാണ് കേട്ടോ. ഇത് ഇങ്ങനെ നേരത്തെ ഡൈനിങ് ടേബിളിന്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇതാ ഒരു വിളക്ക് കത്തിച്ചിട്ട് പോയിട്ടാ. ഇതാ കുഞ്ഞിപ്പാറു എവിടെ നോക്കാല? അവരെന്നാ മേടിക്കും നോക്കാല. വാ, നാളെ ഡ്രസ്സ് മാറാൻ പോയിട്ടുണ്ട്. എന്തെന്നാ മരിച്ചതിന് മുമ്പിലെല്ലാം വെച്ച കണക്ക് ചന്ദനത്തിരി. ആരും പിടിക്കൂല, ഞാൻ മനുഷ്യനെ പിടിക്കുന്നു. ഇങ്ങോട്ട് വാ. എന്നാ അമ്മ പണിയെടുക്കുന്നേ? മാളു ഡ്രസ് മാറിയിട്ട് മാളു എത്തി. ഓ കറി വെക്കുന്ന ചീരയാണ്? അടുക്കള ചീരയാ? അല്ല, അടുക്കള ചീര വച്ചാണ്ടാവല്. എന്തോ ഒരു സാധനം ഇത്. പിരിച്ചിട്ട് പൂർത്തിയാക്കാൻ പോകുന്നു. അപ്പുറത്തേക്ക് കൊണ്ടുപോയി കേട്ടാ. ഇനിയിപ്പോ റോസും ജമന്തിയും ചെണ്ടുമല്ലി എന്നാ ഇതിന്റെ പേര്? ഓറഞ്ചും ജമന്തി തന്നെയല്ലേ? മഞ്ഞ ഓറഞ്ചും. ആ ഞാനുണ്ടാവില്ല, എന്നെ എടുക്കാൻ ഇപ്പൊ ആരുമില്ല. എന്റെ കയ്യിലാണ് ഫോൺ. ടെങ് 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 ടെങ്. കണ്ടാ, ഇപ്പൊ കുളിച്ചതേ ഇല്ലൂ കേട്ടാ. പറിച്ചടാ. അതിന്റെ പച്ച വേണ്ട നോക്കണേടി, പിന്നെ അത് കുറക്കേണ്ടി വരും. എന്നാ ഇങ്ങോട്ട് വന്നേ. അരിയിടണ്ടാ. എടേ നാളെ ഇരിക്കുഞ്ഞി. അമ്പലത്തിനെ കത്തി ഞാനാക്കി. നല്ല മണമുണ്ട് കേട്ടാ. എന്ത് വേണമെന്നറിയാ ഞാനാക്കിയ പൂ. മാളുവിന്റെ പൂ എത്ര പോരായത്? പൂ എത്ര പോരായത്? ഇതാ എന്റെ എത്ര പോരാ എടുക്കുന്ന ധ്രുവികെ? ഓഹോ, ആ എന്നാ നീ താ. നീ തറ. ആ എന്നാ ഈ പണി എടുക്കുന്നേ? ഓഹോ, അത് കൊണ്ട് കൊടുക്ക്. മതി, കൊണ്ട് കൊടുക്ക്. ബാക്കി പിന്നെ ആക്കേ. അതൊക്കെ ഉണ്ട്. അത് അങ്ങോട്ട് ഇടിയാ വേണ്ടി അതിലിട്ട് കൊടുക്കുമല്ലോ ഇടുകൊണ്ട്. നീ എവിടെ പോന്നേ? നീ എവിടെ പോന്നേ? അങ്ങനെ പൂവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇതാ പകുതി പൂവിന്റെ എത്ര പോരാ ഇട്ട് കൊടുക്കറാ. അതെ അതിലിട്ടൂടാ. ഇത് വെള്ള അതിലിട്. അമ്മേന്റെ ഇലിട്.
ബേക്കുന്നില്ല പാട്ട് കേൾക്കുന്നുണ്ട്. വെള്ളം ഫിനിഷ് ചെയ്ത് അപ്പുറം കൊണ്ടാക്കാൻ പോയിട്ടുണ്ട്. ഉണ്ടാ എത്ര പോരെ എത്ര പോരാ ഇത്ര പോരെ പറ മാളുന്റെയോ ഈ റോസ് എടുത്തിട്ട് പോകാനാ ഞാൻ വന്നിന് കേട്ടാ. ഇത് ഞാൻ ആക്കിയ സംഭവം ഞാൻ പെട്ടെന്ന് തീർത്ത്. 1 കിലോ വെള്ളപ്പൂ. നമുക്ക് റോസ് കൊണ്ടുപോവാം. റോസ് കാണാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ വീഡിയോ ഓഫ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിത് കൊണ്ടുപോകാൻ പറ്റൂല. പൂവിന്റെ കാര്യത്തിൽ തീരുമാനമായി അല്ലേ? അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം കഴിഞ്ഞു അല്ലേ? ഇത് വേസ്റ്റാണ് ഇത്രയും സാധനം. പൂവെല്ലാം റെഡിയായി. എന്താ ഓടിക്കളിക്കുന്നു. എന്താ പ്രശ്നം? ഒച്ചക്കല്ല. ഉറക്കം വന്നാ രവി? ധ്രുവികേ വട്ടം വരയ്ക്കുന്നു. വട്ടം ഇങ്ങനത്തെ ടൈലായതുകൊണ്ട് മനസ്സിലാവുന്നില്ല. അനങ്ങാതെ അടിന്ന് കാണും. അപ്പൊ ആൾക്കാരെ ആള് ആക്കട്ടെ കൂടാൻ. എന്റെ പൂജാൻ കൃത്യമായിട്ടിടും. ബാലക്കാരന്റെ പൂവാണ് ഭംഗി വരും. ഏത് സാധനം? കളി പറയാ ഇവിടെ നോക്കി പറ. അപ്പൊ അവരവിടുന്ന് വരച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാനിതാ കയറി പോകാൻ പോവാ. ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവാ. കുപ്പിയുടെ വെള്ളം പേസ്റ്റ് ഉണ്ട് പറ്റുന്നില്ല. വീട് കിടക്കാൻ വന്ന് ഒരു ഊഞ്ഞാലാണ് കേട്ടാടാ. അപ്പം ഞാനത് പൊക്കിയിട്ടതാണ്. ഇനിയിട്ട് കിടന്നുറങ്ങണം. ആൾ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ പല്ല് തേച്ചിട്ട് ഉറങ്ങട്ടെ. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ എണീക്കണം എന്നാണ് അമ്മ പറഞ്ഞത്. രാവിലെ പായസമാക്കണം, അതിന് തേങ്ങ ഇരണ്ടണം. പിന്നെ ഞാൻ ഞാൻ പച്ചടിയും അവിയലും ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിനി. അപ്പോൾ രാവിലെ എണീച്ചിട്ട് പൂക്കൾ ഇട്ടിട്ട് വേണം അടുക്കളയിൽ കയറാൻ. അപ്പോൾ ഞാനെല്ലാം മെയിൻ ഇടൽ അനുഷ്യാണ് പൂക്കൾ ഇടുക. പോള് നല്ല കലാകാരിയാണ്. ഉണ്ടായി ചിത്രമെല്ലാം അവൾ വരച്ചാണ്. അന്നേരം നമ്മൾ രാവിലെ എടുക്കണം. നമുക്ക് വീഡിയോ എടുക്കേണ്ടതല്ലേ. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ അത് താഴെ പാറ കാലമായിട്ടെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. താഴെ പൂക്കളം തുടങ്ങിയെന്ന് തോന്നുന്നു. നോക്കാം കേട്ടാ. ഞാൻ തുടങ്ങിയിട്ടാ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓണത്തിന് ആള് പോയി പൂക്കെല്ലാം കഴിവ് വെച്ചതേ ഇല്ല. കൈ എന്തിനും വായിലിടുന്ന് പൊന്നുന്നുണ്ടോ എനിക്ക് മാളു? ഞാൻ എടുക്കണ? ഓ ഓ ഓ ഓ അതെന്തിനാ അത് വെക്കുന്നേ?
പോട് പോട് പൂണ്ടവർക്കാൻ അത് അവിടെ തന്നെ ഇട്ട് ചെരുപ്പിടണേ. അങ്ങനെ മാളും ആദ്യമായി കൂട്ടയിൽ പൂ പറിക്കുന്നു. ഇത് പറിച്ചോണേ. ഇത് പറിക്കാൻ പറഞ്ഞിട്ടാ അച്ഛൻ? ഇത്രയും പൂക്കളുണ്ടേ ഇവിടെ കണ്ടാ. ഇങ്ങനെയാണ് ഇതാ ഇവിടെ ഇങ്ങനെ കൂടുന്നുണ്ട്. പറയുന്ന ഒരാള് നീ എന്തിനാണ് ഈ ചിത്ര രാവിലെ കടന്നുറങ്ങിക്കൂടെ? ഇടംബരയായി ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അമ്മേരെ തലക്കെട്ട് ഇതെന്നാ അമ്മ പായസം? റെഡിയായി. ഓണസദ്യയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ പപ്പടം, എന്താ പയറ്, അവിയൽ, അച്ചാറ്, ഇത് ചിക്കൻ, കണ്ണൂർ സ്പെഷ്യൽ ചിക്കൻ, സാമ്പാർ, പിന്നെ കൂട്ടുകറി ഉണ്ട്. ഇതാ കൂട്ടുകറി, വെളിച്ചം, പിന്നെ പച്ചടി, പായസം. ഇത് രാവിലെ ആയിന്. സദ്യ പൂജാമുറിയിൽ വിളമ്പുക. ഇതെന്തിനാ എങ്ങനെ വിളമ്പുന്ന? ദൈവത്തിനാ. വീട്ടിൽ ഏത് നല്ല ദിവസം സദ്യ ഉണ്ടാക്കിയാലും ആദ്യം നമ്മൾ പൂജാ റൂമിൽ വിളമ്പി വെച്ചിട്ട് കഴിക്കൂലൂ. മരിച്ചുപോയ എന്നാണ് നമ്മളെ അപ്പൂപ്പൻ അമ്മൂമ്മമാർക്കും ദൈവത്തിനെല്ലാം കൂടിയാണ് വിളമ്പി വെക്കുന്നതെന്ന് പറയുന്നത് കേട്ടാ. അങ്ങനെ 12:30 ആകുമ്പോഴത്തേക്ക് നമ്മളെ സദ്യവട്ടെല്ലാം ആയി. നമ്മളിത് കഴിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ തറവാട്ടിലേക്ക് പോകണം. അതായത് ഇവിടുത്തെ അമ്മേൻ്റെ അച്ഛനുണ്ട് തറവാട്ടിൽ. അപ്പോൾ അവിടെ അച്ഛന് നല്ല പ്രായമായിട്ടാ. അപ്പോൾ എല്ലാവരും അച്ഛനെ കാണാൻ വേണ്ടി പോവും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുവാണ്. നമ്മൾ പെട്ടെന്ന് പോയിട്ടാ. അവിടെ എത്തുമ്പോഴത്തേക്ക് അവർ ഭക്ഷണം കഴിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വീഡിയോ എടുത്തിട്ടില്ല. അലോകെ ആശു എടാ ഇങ്ങോട്ട് നോക്കടാ. ആദ്യത്തെ അത് ട്രൗസർ മറിച്ചിട്ട് ഇങ്ങോട്ട് നോക്ക്. എത്തിയതുകൊണ്ട് ഇവിടുന്ന് രണ്ടാമതും സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. മാളു ഇരുന്നു, ദിനുവാട്ടിനും ഇരുന്നു കേട്ടാ. ഞാൻ ഇരുന്നിട്ടില്ല. പക്ഷെ ഞാൻ പായസമൊക്കെ കുടിച്ചിനി. ഇവിടെയാ
പിന്നെ ഓണം ഉണ്ടിട്ട് എല്ലാവരും പുറത്തിരിക്കുന്നുണ്ട്. പിള്ളേരുടെ അടുത്തേക്കോട്ടെ. എന്താണ് കളിക്കുന്നേ? അവള് മേക്കപ്പാ. ഓ, ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. എടാ നിന്റെനും കുറച്ച് പ്രിന്റ് ആക്കിയാൽ സെയിം ആവുമായിരുന്നു. നല്ല ഷർട്ടന്നെ. ഇവളെന്നെ നീലിയാ. ഫോട്ടോ ഇവളെടുത്ത ഫോട്ടോ കാണാം. എന്തെങ്കിലും വൃത്തിയുണ്ടോ ഇല്ലയോന്ന് കേട്ടാ. എടുത്ത ഫോട്ടോ കാണിക്കണേ. അത് താഴത്ത് പോകാൻ കിട്ടാണ്ട് ഫോട്ടോ എടുത്തോ. ഗൈസ് ഓടുന്നവര് അത് ഓനെ എടുത്തിട്ട് ഓടി. ഗൈസ് എടാ എടുക്കടാ ഇരിക്കടാ. എടാ ഇങ്ങോട്ട് റിട്ടേൺ വേടാ. അതോ എടാ കണ്ടാ ഓളെ എല്ലാ പോസുകളും നിങ്ങൾ നോക്കൂ. ശകുന്തളയാ മറ്റേ ഏതിലെത്തിയാന്ന്. ആ ശകുന്തളയല്ല, പണ്ട് ഏതോ ഒരു പുസ്തകത്തിലൊരു ശകുന്തള ഉണ്ടായിന്. ഒരു ഷാള് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് ധാവണിയാക്കാൻ വേണ്ടിട്ട്. എന്നെ കാണുന്നില്ലല്ലോ മൊത്തം. ഇനി അവസാനമായിട്ട് ഒരു ഫാമിലി ഫോട്ടോക്ക് വേണ്ടിയിട്ട് എല്ലാവരും പോസ്റ്റ് ചെയ്യാൻ കേട്ടാ. പിന്നെ ഒരു കോമഡി എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് പലവിധ തരികിട പരിപാടികൾ ഒപ്പിച്ചിട്ടാണ് നമ്മളൊരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ ഏതായാലും നമ്മളെ ഫോട്ടോത്തിന് വേണ്ടി പിള്ളേർ എടുത്തു വെക്കുന്നുണ്ട്. ഞാനൊരു സൈഡിൽ നിന്നിട്ട് എൻ്റെതായ വ്ളോഗും എടുക്കുന്നുണ്ട്. ഹാപ്പി ഓണം പറഞ്ഞോ അച്ചച്ച ഹാപ്പി ഓണം പറ. സ്റ്റാൻഡില്ലാത്ത പാവങ്ങൾ തലാണിയെല്ലാം വെച്ചിട്ട് ഇടുന്നുണ്ട്. പാവപ്പെട്ടവന്റെ സ്റ്റാൻഡ്. യെസ് സമയം ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നത്. ഒരു ഫ്രെയിമിൽ വരുന്നില്ല എല്ലാരും. പോവല്ലേ ഫ്ലാഷ് ആയത് മാത്രമേ അടിക്കൂ. അപ്പോൾ ഇന്നത്തെ ഓണം വീഡിയോ ഇവിടെ അവസാനിച്ചു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഇരിക്കുവാണ്. വേണ്ട എല്ലാവരും ക്ഷീണത്തിലാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ 2025 ഓണാഘോഷം അല്ലെങ്കിൽ നമ്മളെ ഓണവിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനിയും കൂടുതൽ ഞങ്ങളുടെ കുടുംബത്തിലെയും അതുപോലെ നമ്മൾ പോകുന്ന കുഞ്ഞു കുഞ്ഞു ട്രിപ്പിൻ്റെയും എല്ലാ വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബായ്. അപ്പോൾ മറക്കാൻ പാടില്ല, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾ നേരത്തെ എടുത്ത ഫാമിലി പിക്ക് അവസാനം കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ ആശംസിക്കുവാണ്. ബായ്.